അമേരിക്കയിലെത്തിയാൽ ജീവിതം രക്ഷപ്പെടുമെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ആ ഭാഗ്യം താനേ വന്നു ചേരുന്ന ഒന്നല്ലെന്നും അത് കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണെന്നും തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു റെഡിറ്റ് പോസ്റ്റ്. 2016 ഒരു സാധാരണ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി F1 വിസയിൽ അമേരിക്കയിലെത്തിയ ഒരു യുവാവ് വെറും 8 വർഷം കൊണ്ട് പ്രതിവർഷം 2,84,73,150 രൂപ ശമ്പളമുള്ള ജോലിയിലെത്തിയ കഥയാണിത്. ഇത് വെറും ഒരു വിജയഗാഥ മാത്രമല്ല, വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായ ഒരു വഴികാട്ടി കൂടിയാണ് ഈ പോസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഈ യുവാവിന്റെ യാത്രയും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും ഇതിന് പിന്നിലെ വസ്തുതകളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇദ്ദേഹം അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്നത് 2016-ലാണ്. സാധാരണയായി പലരും ബിരുദാനന്തര ബിരുദത്തിനാണ് അമേരിക്കയിലേക്ക് പോകാറുള്ളതെങ്കിൽ ഇദ്ദേഹം പോയത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള F1 സ്റ്റുഡന്റ് വിസയിലായിരുന്നു. വിദേശത്തെത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ ഭാഷയും സംസ്കാരവുമാണ്. അമേരിക്കയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എന്നാൽ ഈ പരിമിതിയെ അദ്ദേഹം തന്റെ കരുത്താക്കി മാറ്റി. അവിടുത്തെ പ്രാദേശിക സുഹൃത്തുക്കളുമായി സജീവമായി ഇടപഴകിയും നിരന്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും അദ്ദേഹം തന്റെ ഇംഗ്ലീഷ് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിച്ചു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവിനെക്കുറിച്ചാണ് എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറയുന്നത്. ഏതൊരു കരിയറിലും കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രധാനമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു. അവിടെയും അദ്ദേഹം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. കേവലം ക്ലാസ് മുറികളിലെ പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹം തന്റെ റെസ്യൂമെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ തൊഴിൽ വിപണിയിൽ ബന്ധങ്ങൾ എന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹം പ്രൊഫഷണലുകളുമായി ബന്ധം സ്ഥാപിക്കുകയും റഫലുകൾക്കായി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പഠനകാലത്ത് തന്നെ വിവിധ കമ്പനികളിൽ പ്രായോഗിക പരിശീലനം നേടി. ഇത് അദ്ദേഹത്തിന് തിയറി പഠനത്തെക്കാൾ വലിയ അനുഭവ സമ്പത്ത് നൽകുകയും ചെയ്തു. സ്വന്തം ചെലവിനായി അധ്വാനിക്കുകയും തൊഴിൽ സംസ്കാരം നേരിട്ട് മനസ്സിലാക്കാനും ഈ നീക്കത്തിലൂടെ സാധിച്ചു. നേതൃപാഠവും ആശയവിനിമയ ശേഷിയും വികസിപ്പിക്കാൻ വിവിധ ക്ലബ്ബുകളിൽ അദ്ദേഹം സജീവമാകുകയും ചെയ്തു. ഈ കഠിനാധ്വാനത്തിന്റെ ഫലം പഠനം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് ജോലിയായി ലഭിച്ചു. സിലിക്കൺ വാലിയിലെ ഒരു മുൻനിര ടെക് കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. നിലവിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഉയർന്ന ശമ്പളവും ലഭിക്കുന്ന മേഖലയാണിത്. ഇതുകൂടാതെ അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പും സ്വന്തമായി നടത്തിയിരുന്നു. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഉൽപ്പന്നം കഴിഞ്ഞ വർഷം ഒരു അമേരിക്കൻ കമ്പനിക്ക് വിൽക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു പ്രധാന കാര്യം, ലോകപ്രശസ്തമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MS ബിരുദത്തിന് അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു എന്നതാണ്. ഇതിന്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയാണ്. ഒരു വിദേശ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നതുല്യമായ നേട്ടമാണ്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വിദേശിയും വേട്ടയാടുന്ന ഒന്നാണ് വിസ പ്രശ്നങ്ങൾ. ഇദ്ദേഹം പങ്കുവച്ച തന്റെ യാത്രയിലെ പ്രധാന ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പഠനം പൂർത്തിയാക്കിയ ശേഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന 3 വർഷത്തെ തൊഴിൽ അനുമതി അദ്ദേഹം കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചു. 2026 കണക്കുകൾ പ്രകാരം H1B വിസ ലോട്ടറി ലഭിക്കാനുള്ള സാധ്യത വെറും 35% മാത്രമാണ്. അദ്ദേഹത്തെ തേടി അതും വരികയുണ്ടായി. ഈ പോസ്റ്റ് വൈറലായതോടെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പലരും ഇതിനെ ഒരു റേഞ്ച് ബൈറ്റ് എന്ന് വിളിക്കുന്നു. കാരണം നിലവിൽ അമേരിക്കയിൽ വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ നടക്കുന്നുണ്ട്. ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ പോലും 10,000-കണക്കിന് ആളുകളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഇത്രയും വലിയ വിജയം ലഭിക്കുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നാണ് ചിലർ വാദിക്കുന്നത്. എന്നാൽ പ്രയത്നിക്കാനുള്ള മനസ്സും കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും വിജയിക്കാമെന്നതിന്റെ തെളിവായി ഇതിനെ കാണുന്നവരും കുറവല്ല.